ആ ടീമിനെ ഉണ്ടാക്കിയെടുത്ത യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. ആ ഒരു സമയത്ത് തുടക്കത്തിൽ നമുക്കൊരു MBA ക്വാളിഫിക്കേഷനുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഹയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഒറ്റക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് ഒറ്റക്ക് കൊണ്ടു നടക്കൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും കൊട്ടേഷൻ കൊടുക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക, കസ്റ്റമർ സർവീസ്, ഇതൊന്നും നമുക്ക് ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ചുറ്റും നിന്നും പല ആൾക്കാരെ മനസ്സിലാക്കി അവരെ ഹയർ ചെയ്ത സമയത്ത് അവർക്ക് ബേസിക്കലി വലിയ നോളജോ അതിൽ മറ്റുള്ള ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് നല്ലൊരു നാച്ചുറൽ സ്കില്ല് ഉള്ളിലുണ്ട്. അത് മനസ്സിലാക്കി അവരെ കൂടെ നിന്ന് ഒരു ലീഡ്സിനെ ഹാൻഡിൽ ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും എസ്റ്റിമേഷൻ കൊടുക്കാനും, അവർക്ക് തുടക്കത്തിൽ ഒരു എക്സലിൽ പ്രിപ്പയർ ചെയ്യുന്നത് പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരെ അതിൽ നിന്ന് നമ്മൾ കൂടെ നിന്ന് ഒരുമിച്ച് എങ്ങനെയാണ് നമുക്കൊരു ലീഡിനെ മാനേജ് ചെയ്യേണ്ടത്, അതിന് ക്ലോസിങ്ങിലേക്ക് എങ്ങനെ എത്തണം, ആഫ്റ്റർ സർവീസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മളവരെ സ്കില്ല് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ നമ്മൾ പോലും അറിയാതെ ഇത് ഓട്ടോമാറ്റിക്കായി ഇത് റണ്ണിങ് ആയി പോകുന്നത് നമ്മളൊരു സക്സസ് തന്നെയാണ്, നമ്മുടെ ടീമിൻ്റെ സക്സസ് തന്നെയാണ്.